എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഇതുവരെ ടെമ്പററി അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളും അതുപോലെ തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടോ അല്ലെങ്കിൽ പുതുതായിട്ട് തേർഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്കോ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എവിടെയാണോ കിട്ടിയത്, അതായത് ഏറ്റവും ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് എവിടെയാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് അവിടെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം പെർമനൻറ്റ് അഡ്മിഷൻ മാത്രമാണ് ഉള്ളൂ, ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടി ടെമ്പററി അല്ല പെർമനൻറ്റ് അഡ്മിഷൻ എങ്കിലും നേടാത്ത വിദ്യാർത്ഥികൾ, നിലവിൽ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം പെർമനൻറ്റ് അഡ്മിഷൻ മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ നേടുക, അതായത് സ്ഥിരപ്രവേശനം നേടുക. സ്ഥിരപ്രവേശനം നേടിയിട്ടില്ലെങ്കിൽ കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുകയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നതും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓപ്ഷനല്ല അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി എങ്ങനെയാണ് ഈ ഒരു ട്രയലല്ല തേർഡ് അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ആ ലിങ്കിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ട യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് ഇവിടെ യൂസർ നെയിം എന്നുള്ള ഭാഗത്ത് കൊടുക്കേണ്ടത്. അതായത് നിങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ ഏത് മൊബൈൽ നമ്പർ വെച്ചാണോ രജിസ്ട്രേഷൻ ചെയ്തത് ആ ഒരു മൊബൈൽ നമ്പറാണ് യൂസർ നെയിമായിട്ട് ഇവിടെ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ പാസ്വേഡ്, നിങ്ങളുടെ പാസ്വേഡ് എന്താണോ ആ ഒരു പാസ്വേഡ് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കി ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇംഗ്ലീഷ് അക്ഷരം എന്താണോ ഇവിടെ കാണുന്നത് അത് കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇവിടെ റിന്യൂ ബട്ടൺ കൊടുത്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി, അത് ചേഞ്ച് ആകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് അത് ചേഞ്ച് ആയിട്ട് വരുന്നത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ മനസ്സിലാവുന്നത് ആ ഒരു സമയത്ത് കൃത്യമായിട്ട് അത് അവിടെ ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ, അത് ഈ ഒരു VHSCയുടെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ നൽകുക. അതുപോലെ തന്നെ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം. അത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇവിടെ റിന്യൂ ബട്ടൺ കൊടുത്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഇംഗ്ലീഷ് അക്ഷരം ചേഞ്ച് ആക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് അത് മനസ്സിലാവുന്നത് ആ ഒരു സമയത്ത് കൃത്യമായിട്ട് ഇവിടെ കാണുന്ന ഇംഗ്ലീഷ് അക്ഷരം എന്താണോ അത് ഇവിടെ ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വാലിഡേറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സെൻഡ് OTP ഓപ്ഷൻ കാണാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. സെൻഡ് OTP ഓപ്ഷൻ കാണുന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. അപ്പോൾ നിങ്ങൾ ആ ഒരു OTP അടുത്ത പേജിൽ നിങ്ങൾക്ക് OTP നൽകാനുള്ള ഭാഗമുണ്ട്, അവിടെ നിങ്ങൾ കൃത്യമായിട്ട് നൽകുക, സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം അടുത്ത പേജിൽ നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ 2 ബോക്സ് ഉണ്ടാകും. അവിടെ നിങ്ങൾ പുതുതായിട്ട് നിങ്ങൾക്ക് ഏത് പാസ്വേഡാണ് വേണ്ടത് ആ ഒരു പാസ്വേഡ് കൊടുക്കുക, അത് സബ്മിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ സേവ് അല്ലെങ്കിൽ സബ്മിറ്റ് ഓപ്ഷൻ ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത ശേഷം നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് വരിക. നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പർ, പാസ്വേഡ്, അതുപോലെ തന്നെ ആക്സസ് കോഡല്ല, ജസ്റ്റ് ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ആ ഒരു ഇംഗ്ലീഷ് അക്ഷരം എന്താണോ അത് കൃത്യമായിട്ട് ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ളത് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഗ്രാറ്റുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹയർ ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഇങ്ങനെ കാണുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഇങ്ങനെ അലോട്ട്മെൻറ്റിന് കാണിക്കുന്നത്, അതായത് നിങ്ങൾക്ക് എന്താണോ അവിടെ കാണുന്നത് അതിനനുസരിച്ച് നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ്. ചില വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണാൻ പറ്റുക, അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു അർത്ഥം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും കിട്ടിയുള്ള വിദ്യാർത്ഥികൾക്കും അവിടെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എങ്ങനെയാണ് അഡ്മിഷൻ നേടേണ്ടത് എന്നുള്ളത് പറയാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏത് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിലവിൽ ഈ തേർഡ് അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കുന്നത്, ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ എവിടെയാണ് നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടുന്നത് അവിടെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടുക. അതുപോലെ തന്നെ കൺഗ്രാറ്റുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ടഡ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയത്, ചിലപ്പോൾ സെയിം സ്കൂളിൽ മറ്റൊരു കോഴ്സ് ആയിരിക്കും, അങ്ങനെയെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ ഫീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അടച്ചുകൊണ്ട് നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടി പോയിട്ട് അഡ്മിഷൻ നേടുക.
അതുപോലെ ടെമ്പററി അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളും ഫീസ് എടുത്ത് പോയി പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച ഓപ്ഷനിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. ചില വിദ്യാർത്ഥികൾക്ക് മറ്റൊരു VHSE സ്കൂളിലായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു മറ്റൊരു VHSE സ്കൂളിലേക്ക് നിങ്ങൾ ആദ്യം അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷനോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ നേടിയിട്ടുണ്ടാവും. അവിടെ നിന്ന് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വാങ്ങി പുതുതായിട്ട് കിട്ടിയ ആ ഒരു സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ ഇങ്ങനെ അഡ്മിഷൻ നേടുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ VHSEയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് എടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഓൾറെഡി നിലവിലെ സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് മാറ്റമൊന്നുമില്ല എന്നാണെങ്കിൽ നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്നും അതുപോലെ തന്നെ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിലെ സ്കൂളിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾ ഫീസ് അടച്ചുകൊണ്ട് നിങ്ങളുടെ സീറ്റ് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കിയാൽ മതി. അതേസമയം നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ആദ്യം ടെമ്പററി അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും നിങ്ങൾ ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ തിരിച്ചു വാങ്ങി പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സ്കൂളിൽ പോയിട്ട് നിങ്ങൾ വീണ്ടും അഡ്മിഷൻ നേടണം. അതുപോലെ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് എവിടെയാണോ കിട്ടിയത് അവിടെ പോയിട്ട് അഡ്മിഷൻ നേടുക. ഇനി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് പറയാം. ഒന്നാമത്തേത് അലോട്ട്മെൻറ്റ് ലെറ്ററാണ്. അതുപോലെ തന്നെ രണ്ടാമത്തേത് SSLCയുടെ സർട്ടിഫിക്കറ്റാണ്. SSLC സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു SSLC സർട്ടിഫിക്കറ്റിൻ്റെ റിസൾട്ടിൻ്റെ കോപ്പിയാണ്. അതുപോലെ തന്നെ TC ആണ്. അതുപോലെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, അത് സ്വഭാവ സർട്ടിഫിക്കറ്റാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പോലെ ബോണസ് പോയിൻ്റ് ഉണ്ടെങ്കിൽ ബോണസ് പോയിൻ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ ടൈ ബ്രേക്ക് ഉണ്ടെങ്കിൽ അത് ക്ലബ്ബ് NSS അല്ല LSS USS NMMS അതുപോലെ NTSC ഇതുപോലെ വിവിധ പരീക്ഷകൾ, അതുപോലെ തന്നെ ക്ലബ് സർട്ടിഫിക്കറ്റ്, ഇതുപോലെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കൊടുത്തിട്ടുള്ള എല്ലാവിധ സർട്ടിഫിക്കറ്റും നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കണം. അതുപോലെ ആധാർ കാർഡിൻ്റെ കോപ്പി, അതുപോലെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫീസ് ആനുകൂല്യം ഉണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്. ഫീസ് ആനുകൂല്യം എന്ന് പറയുമ്പോൾ SC/ST വിദ്യാർത്ഥികൾക്ക് PT ഫണ്ട് അതുപോലുള്ള ഫീസൊന്നും ആവശ്യം വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങളുടെ കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് എടുക്കുക. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങൾക്ക് EWS റിസർവേഷൻ പറഞ്ഞവർ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ അഡ്മിഷനായിട്ട് വേണ്ട ഫീസ്, അതുപോലെ തന്നെ ചില സ്കൂളിൽ നിന്ന് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കുക. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില സ്കൂളിൽ നിന്ന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ചോദിക്കും. അതില്ലെങ്കിൽ നിങ്ങൾക്ക് റേഷൻ കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. റേഷൻ കാർഡോ അതിൻ്റെ കോപ്പിയും നിങ്ങൾ എടുക്കുക. സ്കൂളിൽ റേഷൻ കാർഡിൻ്റെ കോപ്പി ആവശ്യമെങ്കിൽ മാത്രം കൊടുക്കുക. ഒറിജിനൽ യാതൊരു കാരണവശാലും കൊടുക്കാൻ പാടുള്ളതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു ജൂൺ 16 മുതൽ 17 വരെ, അത് നാളെ മുതൽ മറ്റന്നാൾ വൈകുന്നേരം 4 മണി വരെയാണ് നിങ്ങൾക്കുള്ള അഡ്മിഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.